അത് അധികാരത്തിലെത്തിയാൽ പെൻഷൻ പരിഷ്കരണം നടത്തുമെന്ന ഗതാഗത മന്ത്രി CP ജോണിന്റെ വാക്ക് പാഴ്വാക്കാകുന്നു. 15 വർഷം മുൻപ് നിശ്ചയിക്കപ്പെട്ട തുച്ഛമായ തുകയാണ് ഇപ്പോഴും പെൻഷൻകാർ വാങ്ങുന്നത്. 3000 രൂപയിൽ താഴെ പെൻഷൻ വാങ്ങുന്ന ഒരേ ഒരു സർക്കാർ സേവകർ KSRTCയിലെ മുൻ ജീവനക്കാർ മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ KSRTCയിൽ നിന്നും പെൻഷൻ പറ്റിയ ജീവനക്കാരുടെ കുടുംബങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് എന്ന് അവരുടെ പ്രവർത്തകരും നേതാക്കന്മാരും നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണ് എങ്കിൽ KSRTCയിൽ നിന്നും പെൻഷനായിട്ടുള്ളവരുടെ പെൻഷൻ പ്രശ്നം, KSRTC ജീവനക്കാരുടെ വേതന പ്രശ്നം, അതുപോലെ തന്നെ KSRTCയെ തന്നെ പുനരുജ്ജീവിപ്പിച്ച് ഒരു പുതിയ സംവിധാനമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ എല്ലാം എടുക്കും എന്ന് ഉറപ്പു തരികയാണ്. നമ്മുടെ ഗതാഗത മന്ത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതാണിത്. ഇപ്പം എന്തായി കാര്യങ്ങൾ? ഇപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നത് നിലവിൽ പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് ഇപ്പോഴില്ല എന്നാണ്. അതുകൊണ്ട് KSRTC പെൻഷൻ പറ്റിയ KSRTC ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം. ഇതെല്ലാം പറഞ്ഞ് വോട്ട് പിടിച്ച CP ജോൺ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു, മന്ത്രിയായി, ജീവിതം മാറി. എന്നാൽ മന്ത്രിയെയും പുതിയ സർക്കാരിനെയും വിശ്വസിച്ച KSRTCയിലെ പെൻഷൻകാരുടെ ജീവിതം പഴയ പടി തന്നെ. മന്ത്രിയാകുന്നതിന് മുമ്പ് CP ജോണിനുണ്ടായിരുന്ന ഊർജ്ജം ഇപ്പോൾ ഈ വിഷയത്തിലെ പ്രതികരണത്തിൽ പോലുമില്ല. കഴിഞ്ഞ 15 വർഷം മുൻപുണ്ടായിരുന്ന പെൻഷൻ തന്നെയാണ് ഇപ്പോഴും KSRTC ജീവനക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? ഉടനെ ഉണ്ടാവില്ല. പരിഷ്കരണം ഇപ്പോൾ അജണ്ടയിലില്ല, ഉള്ളപ്പോൾ പറയാം. 2011 അവസാനമായി KSRTC പെൻഷൻ പരിഷ്കരിച്ചത്. സാധാരണ ശമ്പള പരിഷ്കരണത്തിനൊപ്പം പെൻഷനും പരിഷ്കരിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അതും ഉണ്ടായില്ല. 43,000 പെൻഷൻകാരിൽ 1,350 രൂപ പെൻഷൻ വാങ്ങുന്ന പെൻഷനറുണ്ട്, KSRTC പെൻഷനർ. ഈ ലോകത്തെവിടെയെങ്കിലും നടക്കുമോ? 1,350 രൂപ. ഇവിടെ ക്ഷേമ പെൻഷൻ 2,000 രൂപ കൊടുക്കുന്നു, അടുത്ത് 3,000 രൂപ ആക്കാൻ പോകുന്നു ഇപ്പോൾ. അപ്പോൾ ഈ 1,350 രൂപ KSRTC പെൻഷൻ വാങ്ങുന്ന ഒരു പെൻഷനർക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന കാർഡ് വെള്ള കാർഡാണ്. ആ വെള്ള കാർഡ് കൊണ്ട് അവൻ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഒരു ഉപയോഗമില്ല. അവനൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടത്തില്ല, ഫ്രീ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടത്തില്ല, മറ്റ് ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. 2022 മുമ്പും ശേഷവും പെൻഷനായവർക്ക് ലഭിക്കുന്ന തുകയിലും ഭീമമായ വ്യത്യാസമുണ്ട്. ഇതിൽ നടപടിയെടുക്കണമെന്ന കോടതി ഉത്തരവിൽ സർക്കാർ നിലപാട് നിർണായകമാണ്. 2011 KSRTCക്കാരുടെ പെൻഷൻ പരിഷ്കരണം നടന്നത്. അപ്പോഴത്തെയും ഇപ്പോഴത്തെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ച്, സാമൂഹ്യ മാറ്റത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കേണ്ടതില്ലല്ലോ. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ മന്ത്രിക്ക് അത് കൂടുതൽ മനസ്സിലാകുന്ന കാര്യവുമാണ്. അതുകൊണ്ട് ഇവരുടെ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം, വാക്ക് പാലിക്കണം. പ്രൈം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.